എൻ്റെ പേര് ബിനി ബേബി. ഞാൻ തൃശ്ശൂർ രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം, ഞാൻ മെയ് 24 2022 വിസയ്ക്ക് അപ്ലൈ ചെയ്തു, UK വിസയ്ക്ക്. എനിക്ക് 2 മാസമായിട്ടും വിസ ലഭിച്ചില്ല. എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എല്ലാവർക്കും 15 ദിവസം 20 ദിവസത്തിനുള്ളിൽ വിസ ലഭിച്ചു. എനിക്കൊരു വഴിയില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് കൃപാസനം മാതാവിനെ പറ്റി എന്നോട് പറഞ്ഞത്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ വന്നപ്പോൾ ഞാൻ കരുതി ഞാൻ വരുന്ന ദിവസം തന്നെ എനിക്കും ഒരു അനുഭവം ഉണ്ടാകുമെന്ന്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ പോകുന്ന വഴിക്ക് വിചാരിച്ചു, പോകുന്ന വഴിക്ക് എനിക്ക് വിസ വന്നു എന്ന് മെസ്സേജ് വരുമെന്ന്. പക്ഷെ വന്നില്ല. എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാവരുടെയും ചോദ്യങ്ങൾ, അല്ലാതെ അവിടുന്ന് ഓഫർ ലെറ്റർ വന്നിട്ട് ജോയിൻ ചെയ്യാത്തതുകൊണ്ട് UK എന്നുള്ള പ്രഷർ, ഏജൻസിക്കാർ അവർ പറയുന്നു അവർ ഹെൽപ്ലെസ് ആണ്, അങ്ങനെ പറയുന്നു. എംബസി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് അവിടുന്ന് എൻ്റെ കൂടെയുള്ള എല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യണം, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ തീരുമാനിച്ചു. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഇവിടെ വന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും, ദൈവഹിതം അനുസരിച്ച് പോകാനുള്ളതാണെങ്കിൽ 17 ദിവസത്തിനുള്ളിൽ വിസ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടും, മെസ്സേജ് വരുമെന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോഴും പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു അന്ന് എനിക്ക് വിസ വരുമായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞാലെന്ന്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്, അമ്മ മാതാവ് എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു, പ്രാർത്ഥിച്ചു. എന്നും പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഏജൻസി എന്നുള്ള പ്രഷർ, അങ്ങനെ ഓൾറെഡി പൈസ കൊടുത്തിട്ടുണ്ട് 4 ലക്ഷം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ജോലി ഇല്ലാതിരിക്കുന്നു. അങ്ങനെ ഞാൻ 17ാമത്തെ ദിവസം വൈകിട്ടായിട്ടും എനിക്ക് ഒരു മെസ്സേജോ അപ്ഡേറ്റോ ഒന്നുമില്ല. ഞാൻ കിടന്നുറങ്ങി. 18ാമത്തെ ദിവസം രാവിലെ കൃപാസനത്തിൽ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലാൻ എണീറ്റപ്പോൾ ഞാൻ കണ്ടു, ഞാൻ കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട് UK എംബസിയിൽ നിന്ന്, നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യാമെന്നൊരു മെസ്സേജ് വന്നു കണ്ടു. അപ്പം ഞാനത് കരുതി അതായിരിക്കും അച്ഛൻ പറഞ്ഞ ഒരു അപ്ഡേറ്റ്, അതായിരിക്കും. അപ്പോൾ ദൈവഹിതം അനുസരിച്ച് ഞാൻ പോകാനുള്ളതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാലും ഞാനത് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അതായിരിക്കത്തില്ല, അത് വെറുതെ വന്ന ഒരു ഓട്ടോ മെസ്സേജ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ 18ാം തീയതി പള്ളിയിൽ പോയി. 19ാം തീയതി രാവിലെ കുർബാനയ്ക്ക് പോയപ്പം ഞാൻ പറഞ്ഞു കർത്താവിനോട്, കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് നിനക്ക് ഞാൻ വിട്ടു വന്നിരിക്കുക, നീയും അമ്മ മാതാവും കൂടി എങ്ങനെയെങ്കിലും UK എംബസിയിൽ പോയി എൻ്റെ പാസ്പോർട്ട് കൊണ്ടേ തരണം. വിസ ദൈവഹിതം അനുസരിച്ച് പോകാനുള്ളതാണെങ്കിൽ മാത്രം മതി, എനിക്ക് എൻ്റെ പാസ്പോർട്ട് എങ്ങനെയെങ്കിലും എനിക്ക് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു. മാതാവിനോടും അത് തന്നെ പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ ഒരു അനുഭവം കേട്ടിരുന്നു. ആരോ നിലത്ത് കല്ലിട്ട് അതിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് മാതാവ് അനുഗ്രഹിച്ചതായിട്ട് കേട്ടു. അപ്പം എനിക്കും തോന്നി ഞാൻ എന്തെങ്കിലും വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ക്ഷമിക്കണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനപ്പോൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചു, Day 1 തൊട്ട് Day 7 വരെ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും. അതിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും VFSന്നോ അല്ലെങ്കിൽ കൊറിയർ ഓഫീസിൽ നിന്നോ എനിക്ക് മെയിലോ മെസ്സേജോ വരണം, എൻ്റെ വിസ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടെന്ന്. അങ്ങനെ ഞാൻ ആ പേപ്പറുമായിട്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന വഴി ഒരുപാട് പേര് വിശ്വാസത്തിൽ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. ഓരോ ദിവസം കഴിയുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവ് ഇനി 6 ദിവസമേ ഉള്ളൂ. കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് ഇനി 6 ദിവസമേ ഉള്ളൂ, എൻ്റെ മേൽ കനിയണമേ. ഞാൻ വഴി ഒരുപാട് പേര്, അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും മാതാവിലുള്ള വിശ്വാസം അവരുടെ കൂട്ടണേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ Day 2 ആയി. Day 3 രാവിലെ ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി 10 മിനിറ്റ് ഞാൻ കിടന്നു. അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ VFSയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, വിസ ക്ലിയർ ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. അപ്പം ഞാനിതെല്ലാം പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് കരുതി ഞാൻ Day 1 Day 2 Day 3 എന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാനത് എഴുതി. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. അപ്പോൾ അന്ന് ഞാൻ എന്തെങ്കിലും എനിക്ക് മെസ്സേജ് വരുമെന്ന് കരുതി, അന്നും വന്നില്ല. Day 4 ആയി. അന്ന്
അവിടുന്ന് ജോയിൻ ചെയ്യാത്തതിൻ്റെ പ്രഷർ, ഏജൻസിയിൽ നിന്ന് വിളിക്കുന്നു. അവർ പറയുന്നു നമുക്ക് ലീഗലായിട്ട് UK എംബസിയിൽ ഇതിൽ പോകാം, ആർക്കും അവരുടെ ഏജൻസിയിൽ ഇങ്ങനെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾ പോവോ പോകാതിരിക്കുമോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ പാസ്പോർട്ട് 7 ഡേയ്സിനുള്ളിൽ വരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ അന്ന് 6/14 എനിക്ക് VFSയിൽ നിന്ന് മെസ്സേജ് വന്നു, വിസ ക്ലിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് അന്ന് നന്ദി പറഞ്ഞു, ഒരുപാട്. മാതാവിനും ഡേ 5 രാവിലെ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ മെസ്സേജ് വന്നു. അപ്പോൾ അമ്മ മാതാവ് എനിക്കിങ്ങനെ തോന്നിക്കുന്നുണ്ട്, അമ്മ മാതാവ് നീ എൻ്റെ കുഞ്ഞല്ലേ, നിന്നെ ഞാൻ കൈവിടില്ല, നിനക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ എംബസിയിൽ പോയി എൻ്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് വരണേന്ന്. അങ്ങനെ അന്ന് ഉടമ്പടി ധ്യാനമുള്ള ദിവസമായിരുന്നു. ഉടമ്പടി ധ്യാനമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്നൊരു കോള് വന്നു, പാസ്പോർട്ട് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് പോകുന്ന വഴിക്കൊക്കെ കാറിലിരുന്ന് ഞാൻ ചിന്തിച്ചു, ദൈവഹിതം അനുസരിച്ചാണെങ്കിൽ എനിക്ക് വിസ വന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് വിസ ഉണ്ടായിരിക്കുമോ? അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു, നീ ഉടമ്പടി വെച്ചത് നിനക്ക് UK വിസ വരണമെന്നല്ലേ, അപ്പോൾ നിനക്ക് അത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 5ാമത്തെ ദിവസം ഞാൻ മാതാവിനോട് 7 ദിവസമാണ് ചോദിച്ചത്. 5ാമത്തെ ദിവസം എൻ്റെ പാസ്പോർട്ട് കിട്ടി. പാസ്പോർട്ട് തുറന്ന് നോക്കിയപ്പോൾ വിസ അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് 2 ദിവസം വന്നു കഴിഞ്ഞ് ഇവിടെ സാക്ഷ്യപ്പെടുത്തണം എന്ന് ഓർത്തേ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ടിക്കറ്റും കൂടെ വന്നു എന്ന് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന്. ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് വന്നു, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 21 സെപ്റ്റംബറിൽ ഞാൻ പോകും. യേശുവിനും അമ്മ മാതാവിനും 1000 നന്ദി. ഈശോയ്ക്ക് അമ്മയ്ക്ക് കൃത്യമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടിയിൽ എപ്രകാരമായിരിക്കണം എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു അമ്മയോട് എങ്ങനെയാണോ നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത്, അതേപോലെ അമ്മയുമായിട്ടൊരു അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച് അമ്മയും ഈശോയോടൊപ്പം സംസാരിക്കുകയും എല്ലാ വിഷമതകളും ആദ്യം പറഞ്ഞിരുന്നത് ഈശോയുടെ അമ്മയിടത്തുമാണ്. അപ്പോൾ ഇതാണ് മരിയൻ ഉടമ്പടി നമുക്ക് നൽകുന്ന ആദ്യത്തെ പാഠവും നമുക്ക് നൽകുന്ന ആദ്യത്തെ ബോധ്യവും. നമ്മൾ നിയോഗം സമർപ്പിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഈശോയുടെ അമ്മയോടൊപ്പം നടക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാക്ഷ്യത്തിലൂടെ കേട്ടു, ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ ഇടപെടുമെന്ന്. അതേപോലെ തന്നെ ഈ വ്യക്തിയും ആ ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറായി. അതും മനസ്സിൽ തന്നെ ഇങ്ങനെ കുറിച്ച് 7 ദിവസം, ആ 7 ദിവസം ഈ ത്യാഗം സഹിച്ച് എന്നിട്ടും ആദ്യം പറയുന്നത് ഈ അമ്മയുടെ ഈശോയുമാണ്. ചുറ്റുമുള്ളവരൊക്കെ ഒത്തിരി പ്രഷർ കൊടുക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒത്തിരിയേറെ മേഖല. നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രഷർ വന്നാൽ ഒന്ന് പിന്നാക്കം പോകാം, അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഇവിടെ ഈ സഹോദരി അപ്പോഴും അമ്മ എന്ത് പറയുന്നു, ഈശോ എന്ത് പറയുന്നു എന്ന് മാത്രമാണ് ചിന്തിച്ചിരുന്നത്.